ഞാൻ നന്ദി കേട്ടോണ്. SDP-ക്ക് 3 കോടി രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. പിന്നെ SNDP-യുടെ ചില ആളുകൾക്കും കാശ്. കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരുന്ന പറയുന്ന ഏതെങ്കിലും മഠയന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിനെ പറ്റി പറയേണ്ടെന്ന് 100% ക്രിസ്ത്യൻ സമുദായവും BJP-യോടൊപ്പം ചേരും. മുരളീധരൻ വിവരമുണ്ട്, കർണാടകമാണ്. അങ്ങനെ മോദി ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? അഖിലേന്ത്യാ തലത്തിലും കോൺഗ്രസ് തകർന്നു. 26-ലെ അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത് BJP വൈസസ് ഇവിടുത്തെ ചടപടാലെത്തി എല്ലാ മുന്നണിയായിട്ടായി. ആര് മലയാളം അറിയത്തില്ല, കേരളമായിട്ട് തന്നെ ബന്ധം ചോദിച്ചു. ഇലക്ഷൻ മൂത്ത് കഴിഞ്ഞപ്പോൾ എന്തായി? അങ്ങേരെ ജയിച്ചിരുന്നെങ്കിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ആകുമായിരുന്നാണ് കേൾക്കുന്നത്. നോക്കുകൂലി എല്ലാം നമുക്ക് ആവശ്യം. കടം കയറിയിട്ട് കണ്ണ് കാണുന്നില്ല, അറിയാവും. ശമ്പളം കൊടുക്കാൻ കാശില്ല. കേരളത്തിൽ ചിലവായാലും പിണറായി വെള്ളത്തിൽ പോകും. സ്റ്റാലിൻ എന്ന് പറയുന്ന വികാരജീവികളുടെ മുഖ്യമന്ത്രിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ BJP-യോടൊപ്പം മുന്നോട്ട് നിന്ന് പോകാനുള്ള തീരുമാനം എല്ലാവരും എടുക്കണം. 1 രൂപ പോലും പൊതുസ്വത്ത് ഈ കുടുംബത്തിൽ കൊണ്ടുവരില്ല എന്ന് ദൈവനാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അങ്ങനെ ചെയ്തു. കേരള രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ പിണറായി വിജയൻ ഒരു 3ാം ഊഴം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് തകരാൻ പോകും. കോൺഗ്രസ് ഇവിടുത്തെ CPM B ടീമായിപ്പോയി. അഖിലേന്ത്യാ തലത്തിലും കോൺഗ്രസ് തകർന്നു. അപ്പം ഈ കോൺഗ്രസ് തകർന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അവിടെ നിന്ന് പോകുന്ന ആളുകൾ എങ്ങോട്ടാണ് പോകുന്നത്? BJP. CPM-ൻ്റെ പാർട്ടി കോൺഗ്രസ് അവരുടെ രേഖ പറഞ്ഞിരിക്കുന്നത് എന്താ? അവിടെ നിന്ന് വിട്ടുപോകുന്നവരെല്ലാം BJP-യിലേക്ക് പോകുന്നു. അപ്പോൾ CPM-ൽ നിന്നും കോൺഗ്രസ് പോകുന്നവരെല്ലാം BJP-ക്ക് പോകുന്നു പറഞ്ഞാൽ 26-ലെ അസംബ്ലി ഇലക്ഷൻ എന്ന് പറയുന്നത് BJP വൈസസ് ഇവിടുത്തെ ചടപടാലെത്തി എല്ലാ മുന്നണിയായിട്ടായി. BJP അല്ലെങ്കിൽ NDA യുദ്ധത്തിലാവും. ഒരു സംശയം വേണ്ട. 26-ൽ ആര് ഭരിക്കുന്നു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇത് നിർണായക ഒരു ശക്തിയായി BJP മാറിയിരിക്കും. NDA സഖ്യം മാറിയിരിക്കും. ഒരു സംശയം വേണ്ട, ഒരു തർക്കം വേണ്ട. ഇപ്പം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിന് ഇനി 1 വർഷക്കാലം സമയം മാത്രമാണുള്ളത്. ആ സമയത്ത് ഇടതുപക്ഷത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവരിപ്പോഴും കഴിഞ്ഞ 2ാം പിണറായി സർക്കാരിന് ന്യൂനതകൾ പരിഹരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ നേരെ കോൺഗ്രസിലേക്ക് നോക്കിയാൽ അവിടെ ഒരു അടിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സങ്കടം എന്ന് വെച്ചാൽ കോൺഗ്രസിനെ പറ്റി പറയേണ്ടെന്ന്. കോൺഗ്രസ് ഇനി അധികാരത്തിൽ വരുന്ന പറയുന്ന ഏതെങ്കിലും മഠയന്മാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണും. സുധാകരനും പിന്നെ നമ്മുടെ സതീശനും പിന്നെ മുരളീധരൻ പറയാല. മുരളീധരൻ ഇച്ചോടെ വിവരമുണ്ട്, കർണാടകമല്ലേ. പിന്നെ അതുകൊണ്ടല്ല വേറെ ആരും പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും അടിയിലേ നടക്കുന്നത്. അവരെ ഒരു ജനകീയ മുഖമുള്ള ആളാണ് നമ്മുടെ ശശി തരൂര. അങ്ങനെ മോദി ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? പുള്ളി കോൺഗ്രസിനെ വിട്ടല്ല, കോൺഗ്രസ് നിന്നുകൊണ്ടേനെ അദ്ദേഹം പറയുന്നത്. ഞാൻ ശരി പറയുന്നു, ഉറപ്പിച്ച് പറയുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിൽ ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ, ഞാൻ സമുദായമൊന്നും പറയുന്നില്ലെങ്കിലും ഇവിടുത്തെ BJP-യോടൊപ്പം മുന്നോട്ട് നിന്ന് പോകാനുള്ള തീരുമാനം എല്ലാവരും എടുക്കണം. ഇവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ഏകദേശം ബഹുഭൂരിപക്ഷവും ആ മാനസികതയിലേക്ക് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളവരും താമസിയാതെ മാറിക്കോളും. 100% ക്രിസ്ത്യൻ സമുദായവും BJP-യോടൊപ്പം ചേരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എളിയവനായി എൻ്റെ ചെറിയ ബുദ്ധി തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ BJP-യുടെ തലപ്പത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു കൺവെൻഷണൽ രീതിയിലുള്ള ആളുകൾ ഭരിച്ചാണ്. ഇപ്പോൾ മാരാർജി മുതൽ നമ്മളിപ്പോൾ സുരേന്ദ്രൻജി വരെ നോക്കുകയാണെങ്കിൽ ഒരു കൺവെൻഷണൽ രീതിയിൽ വന്നവരാണ് എല്ലാവരും. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഒരു ടെക്നോക്രാറ്റാണ്. അദ്ദേഹം ഒരു ബിസിനസ് പേഴ്സൺ ആണ്. നമ്മളെല്ലാവരും സക്സസ്ഫുൾ മാൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം BJP-യുടെ തലപ്പത്തേക്ക് വരുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും, ഞാനൊരു സംശയം വേണ്ട. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ആദ്യം അസംബ്ലിക്ക് പാർലമെൻറ്റ് മത്സരിക്കാൻ വന്നപ്പോൾ ആര് മലയാളം അറിയത്തില്ല, അത് നല്ലോണം മലയാളം സംസാരിക്കും, ആൾക്ക് ഇവിടെ എന്താ ബന്ധം, കേരളമായിട്ട് തന്നെ ബന്ധം എന്ന് ചോദിച്ചു. പക്ഷേ ഇലക്ഷൻ മൂത്ത് കഴിഞ്ഞപ്പോൾ എന്തായി? ജനം മുഴുവൻ അങ്ങേറെടുത്ത് കൂടി. ആ ലാറ്റിൻ കമ്മ്യൂണിറ്റി ഇവിടെ ഇങ്ങനെ സഹായിക്കുമെന്ന് പറഞ്ഞിരുന്ന അവിടെ പോയി ഞാൻ 113 അച്ഛന്മാർ കൂടുന്ന ലാറ്റിൻ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിച്ചതാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ കൊണ്ട് പ്രസംഗിപ്പിച്ച ചന്ദ്രശേഖരനെ കൊണ്ട്. പക്ഷേ ഏതോ ഒരു കള്ളത്തരത്തിൽ അവർ വോട്ട് ചെയ്യാൻ പോയി. എന്ത് സംഭവിച്ചു? അങ്ങേര് പാർലമെൻറ്റിലേക്ക് ജനിച്ചിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിൻ്റെ സാമ്പത്തികസ്ഥിതി എന്താകുമായിരുന്നു? ഞാനതിന് കാരണം പറയാം. അങ്ങേര് ജയിച്ചിരുന്നെങ്കിൽ കേന്ദ്ര ധനകാര്യമന്ത്രി ആകുമായിരുന്നാണ് കേൾക്കുന്നത്. എനിക്കറിയില്ല, ധനകാര്യമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയാകും എന്ന് സംശയമില്ലാത്ത കാര്യമായിരുന്നു. പുള്ളി ഇപ്പം തന്നെ പ്രസിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ ആദ്യത്തെ പുള്ളിയുടെ പ്രസംഗം എന്താ? പുള്ളി ഇവിടുത്തെ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. പുള്ളി ആദ്യം പറഞ്ഞത് കേരളത്തിൽ നമുക്ക് വികസനം വേണം, കേരളത്തിലെ ചെറുപ്പക്കാർ തൊഴിലവസരം ഉണ്ടാക്കണം. ഇവിടെ ഒരൊറ്റ വാക്ക് രാഷ്ട്രീയത്തിൽ പറഞ്ഞോളൂ, അത് മതി. നോക്കുകൂലി എല്ലാം നമുക്ക് ആവശ്യം, വേറെ ഒന്നും പുള്ളി പറഞ്ഞില്ല രാഷ്ട്രീയം.
പുള്ളി പറഞ്ഞ വികസനം, ഇവിടെ ചെറുപ്പക്കാർ തൊഴിലുണ്ടാകണം, കേരളം വിട്ടു പോയിക്കുന്ന ചെറുപ്പക്കാരെ മുഴുവൻ കേരളത്തിൽ കൊണ്ടുവരണം. ഇതെന്തൊരു വലിയൊരു ആശയമാണ് പുള്ളി പറഞ്ഞത്. അത് പ്രാവർത്തികമാക്കുന്ന നിലയിലേക്ക് പുള്ളി പോകുകയെന്ന് പറഞ്ഞാൽ പുള്ളി കേന്ദ്രമന്ത്രിയായിരുന്നെങ്കിൽ നമുക്കത് കിട്ടിയേനെ, ആ നിലയിലേക്ക് പോയേനെ. ഇപ്പം കടം കയറിയിട്ട് കണ്ണ് കാണുന്നില്ല, അറിയാമോ? പിണറായി വിജയൻ ഇട്ടേച്ച് പോകാൻ പറ്റുകയില്ലാത്തതുകൊണ്ട് കൊണ്ടു കിടക്കുക. എവിടെ നിന്ന് ഭരിക്കും? ശമ്പളം കൊടുക്കാൻ കാശില്ല. മനസ്സിലായില്ലേ? വലിയ ഗതികേടിലെത്തിയിരിക്കുകയാണ്. ആ നിലയ്ക്ക് ഈ പോക്കിന് ഇനി കേന്ദ്ര ഗവൺമെൻറ് ഔദാര്യം പറ്റുകയില്ലാതെ മാർഗമില്ല. ഡൽഹിയിൽ ചെന്ന് പിണറായി വിജയനും പിണറായി വിജയൻ്റെ ആളുകളും എല്ലാം മോദി ദൈവം തമ്പുരാനാന്നപ്പോൾ കൈ മുത്തി കാലും മുത്തി വരും. കേരളത്തിൽ വന്നു കഴിയുമ്പോഴേ മോദി ശരിയല്ലെന്ന് പറയും. പക്ഷേ കാര്യം കാണാൻ അവിടെ ചെല്ലുകയും ചെയ്യും. അതുകൊണ്ട് അതൊക്കെ ജനം മനസ്സിലാക്കിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ സത്യം മുഴുവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായി വലിയൊരു ചേഞ്ചായിരിക്കും BJP കൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഈ സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ഒരു മോദി വിരുദ്ധ ക്യാമ്പയിൻ നമ്മുടെ നാട്ടിൽ സജീവമാകുന്നുണ്ട്. മോദിക്കെതിരെ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന നയങ്ങൾക്കെതിരെയെല്ലാം പോരാടാൻ ഒരുങ്ങുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു കോക്കസ് രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നില്ലേ? ഒരു കാര്യമില്ല അതിനകത്ത്. ഈ സ്റ്റാലിൻ അത് ചെയ്യാം, പക്ഷെ പിണറായിക്ക് പറ്റുകയാണ്. സ്റ്റാലിൻ എന്ന് പറയുന്ന വികാരജീവികളുടെ മുഖ്യമന്ത്രിയാണ്. തമിഴ്നാടാണ്. അവിടെ ഒരു ഹിന്ദു വിരുദ്ധത മാത്രം പറഞ്ഞാൽ മതി, അവിടുത്തെ മുഴുവൻ ഒരുമിച്ച് പോകും തമിഴ്നാട്ടിൽ. സ്റ്റാലിൻ അതറിയാം. അങ്ങനെയാണ് സ്റ്റാലിൻ വന്നത്. അതുപോലെ ജയലളിത എങ്ങനെ വന്നത്? സ്റ്റാലിനും അങ്ങനെ വന്നിരിക്കുക. അപ്പം സ്റ്റാലിൻ്റെ അപ്പണി ശരിയാവും. തമിഴ്നാട്ടിൽ എപ്പോഴും ഇങ്ങനെ ഈ ഹിന്ദു വിരുദ്ധത പറഞ്ഞ് BJPക്കെതിരെ വികാരം നിർത്താം. പക്ഷേ കേരളത്തിൽ ചിലവാകില്ല. കേരളത്തിൽ ചിലവാകില്ലെന്ന് വെച്ചാൽ പിണറായി വിജയൻ വെള്ളത്തിൽ പോകും. പിണറായി വിജയൻ ആ ചിന്തയും കൊണ്ട് നടന്നാൽ ഒരു കാരണവശാലും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ഹിന്ദു വിരുദ്ധ, ഇവിടുത്തെ വിദ്യാഭ്യാസം എങ്ങനെ, ഇംഗ്ലീഷ് പഠിക്കാത്ത പിള്ളേരില്ല, മലയാളമുണ്ട്, പക്ഷേ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയും പഠിക്കണം. കാരണം ഒരു നിർബന്ധമില്ല പഠിക്കണം. പക്ഷേ നമ്മളെ ബഹുഭൂരിപക്ഷം പിള്ളേർ ഹിന്ദി എടുക്കും. എന്തുകൊണ്ട്? രാജ്യത്തോടെ ഒരു രാജ്യത്തിൻ്റെ ഭാഷ വേണമെന്ന് ജനം ചിന്തിക്കുക. അതുകൊണ്ട് ആ മോള് പറഞ്ഞ ഈ ഇതാണ് നമ്മുടെ ഈ കോക്കസ് ഒളിഞ്ഞു പോകും. സാറിന് പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. എത്രാമത്തെ വയസ്സിലാണ് ഈ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്? പിന്നെ അത് പറയാൻ പറ്റാത്തതെന്നു വെച്ചാൽ ഞാൻ വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയത്തിലുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അപ്പൻ അതാ തറവാട്. അപ്പോൾ അപ്പൻ ഇവിടെ ഈ റേഞ്ചിലുള്ള കള്ളുഷാപ്പ് പട്ടക്കട കടന്ന് അങ്ങനെ ഒരു കോൺട്രാക്ട് ബിസിനസ്സും കൂടെ ഉണ്ടായിരുന്നു. കൃഷിക്കാരനുമായിരുന്നു. സ്വാഭാവികമായിട്ട് ഈ ഇങ്ങനെ ചെത്തുകാരും അതുപോലുള്ള ആളുകളും പിന്നെ ഈ പോലീസ് ഓഫീസർമാരെല്ലാം താമസിച്ചാൽ തൊട്ടപ്പുറത്തൊരു കെട്ടിടം, അതും ഞങ്ങളുടെ കുടുംബവകയായിരുന്നു, അവിടെയായിരുന്നു. അപ്പം പോലീസ് കേസ് എല്ലാം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ അപ്പൻ്റെ അടുത്ത് വരും. അപ്പോൾ അതെല്ലാം കണ്ട് അങ്ങനെ ആയിപ്പോയി. അതാണ് സത്യം. ഒരു കോളേജ് പഠിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ എന്നാൽ രാഷ്ട്രീയം ഉണ്ടോ ഒരു പാർട്ടിയുമായിട്ട് ബന്ധമില്ല. പിന്നെ KN ജോർജ് സാർ ഇവിടെ ആയിരുന്നു താമസിച്ചത്. ഞാൻ ഈ പറഞ്ഞ വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു ജോസഫും ഒരു പുരുഷോത്തം നായരും, ഇവർ രണ്ടും കൂടെ പുള്ളിക്ക് വെള്ളം, അന്ന് ഈ ഹീറ്ററൊന്നുമില്ല, വെള്ളം ചൂടാക്കി കൊടുക്കണം. പിന്നെ ഭക്ഷണം വീട്ടിൽ നിന്ന് കൊണ്ടുപോകും ജോർജ് സാറിന്. അപ്പോൾ അന്നേരം ജോർജ് സാർ അവിടെ ഞാൻ പോയി നിൽക്കും. ജോർജ് സാർ വലിയ തടിമാടല്ലോ, എനിക്ക് പുള്ളി അണ്ടർ ഇടുന്ന പോലെ നോക്കി നിൽക്കും. ഞാൻ എല്ലായിടത്തും നിൽക്കുക ഞാൻ. അങ്ങനെ ഈ ജോർജ് സാറിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. പിന്നെ കാലം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് കേരള കോഴ്സായി മാറി. അതാണ്. പിന്നെ ഇവിടുന്ന് ഞാൻ വിദ്യാഭ്യാസം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് എറണാകുളത്തേക്ക് പോയി, തേവര കോളേജിൽ. തേവര കോളേജ് ചെന്നപ്പം ഞാൻ കേരള കോൺഗ്രസ്സായില്ല, രാഷ്ട്രീയമല്ല, പക്ഷേ ഒരു രാഷ്ട്രീയം ഇല്ലാത്തൊരു സംഘടന ഉണ്ടാക്കി. അങ്ങനെയായിരുന്നു അവിടെ യുദ്ധം. അത് കഴിഞ്ഞ് KC ജോസഫ് മാണി, ഈ TM ജേക്കബും PG ജോസഫും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അവർ രണ്ടും കൂടെ വന്നതിനെ KC ആക്കണമെന്ന് ആക്കി. അങ്ങനെയായി. എറണാകുളത്ത് ഭാരവാഹിയായിരുന്നു. അങ്ങനെ KC കൊണ്ട് നടന്നു, സംസ്ഥാന ഭാരവാഹിയായി. അങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക്. ഒരിക്കലും MLA ദൈവം സാക്ഷി ഞാൻ ആഗ്രഹിച്ചതല്ല കേട്ടോ, ഒരിക്കലും അതിനുള്ള സാഹചര്യം നമ്മളതിനെ ആഗ്രഹിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പം 80 അത് ഒരു 75 വരെ എറണാകുളത്തും തിരുവനന്തപുരത്തോട്ട് നടക്കുകയായിരുന്നു. 80 ഇലക്ഷൻ വന്നു. ഇലക്ഷൻ വന്നപ്പം PG ജോസഫിൻ്റെ, ഞാൻ PG ജോസഫിൻ്റെ പാർട്ടിയാണ്. കരുണാകരനും PG ജോസഫും മുസ്ലിം ലീഗും മാത്രമേ ഉള്ളൂ. ബാക്കി ഇപ്പോഴത്തെ ഇടതുപക്ഷ മുന്നണിയും ആൻ്റണിയുടെ കോൺഗ്രസും മാണിയുടെ കോൺഗ്രസും അപ്പുറേ. ഞാൻ ജോസഫിലായിരുന്നു. മാണി ജോസഫ് സ്പ്ലിറ്റ് ആയപ്പോൾ ഞാൻ ജോസഫിലേക്ക്. അപ്പം ആരും ജോസഫിൻ്റെ സീറ്റ് ചെയ്ത് ആരും നിൽക്കാൻ ഇവിടെ തോക്കാൻ മാർക്കും പാട്ടുണ്ടോ? ഇവിടെ സ്ഥാനാർത്ഥി ആരാ? മാണിയുടെ 14,705 വോട്ടിന് 77 ജയിച്ച MLA ആണ് ഇവിടെ മത്സരിക്കുന്നത് വീണ്ടും.
ഉണ്ട്. 3 കൊല്ലം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആരും നിൽക്കാനില്ല. അപ്പോൾ ഞാനിങ്ങനെ ആരും നിൽക്കേണ്ട, ആരും എന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അത് നമ്മുടെ രാഷ്ട്രീയം. പക്ഷേ രാത്രി ഒരു 2 മണിയായപ്പം PJ ജോസ് ഒന്ന് വിളിച്ചെപ്പിച്ചത് ഞാൻ ഏറ്റു. ഇത് പിടിച്ച ഞാൻ അപ്പോൾ എന്നാ നേരത്തെ കൈ നീട്ടി മേടിച്ചു കഴിഞ്ഞാൽ ചിരിച്ചു പോയി. രൂപയാ ഞാൻ ഇതന്നെയാന്ന് നോമിനേഷൻ കൊടുക്കണമെന്ന് വെച്ചാൽ പുള്ളി ചാടി കാരക്കറി പോയി, നിന്നില്ല. ഞാൻ നോക്കിയത് 3000 രൂപ കിട്ടും. ചിരി വന്നു. ഞാൻ ഒന്നും മിണ്ടിയില്ല, ഞാൻ കയറി കിടന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ പോർട്ടിക്കൽ അപ്പനാണ് കിടക്കുന്നത്. പോർട്ടിക്കൽ ജനൽ തുറക്കുന്നുണ്ട്. അപ്പം കണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ഒന്നും മിണ്ടായി കിടന്നിറങ്ങി. രാവിലെ അപ്പം വിളിച്ചു, എന്നെ വിളിച്ച് ഇവിടെ വരാൻ പറഞ്ഞു. ഞാൻ നടവാക്കൽ ചെന്നു. യേശുവിൻ്റെ രൂപമാണ് അരുവിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ പറഞ്ഞോളാൻ പറഞ്ഞു. ഇന്ന് വരെ ഞാൻ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 1 രൂപ പോലും പൊതുസ്വത്ത് ഈ കുടുംബത്തിൽ കൊണ്ടുവരില്ല എന്ന് ദൈവനാമത്തിൽ ഞാൻ സത്യം ചെയ്തു. അങ്ങനെ ചെയ്തു. അപ്പോൾ അപ്പൻ 10,000 രൂപ എടുത്തു നോമിനേഷൻ കൊടുത്തോളാം. അങ്ങനെയാണ് തുടക്കം. അന്ന് എല്ലാവരും അത്ഭുതം, ജയിക്കാൻ സാധ്യത എങ്ങനെയാണ്. പക്ഷേ ഞാൻ സത്യത്തിൽ എനിക്ക് ഏറ്റവും നന്ദിയുള്ളത് കേട്ടോ, എനിക്ക് ഇവിടുത്തെ മുസ്ലിം സമുദായം, ഈഴവ സമുദായം, ഈ 2 സമുദായക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്തില്ല ഞാൻ എപ്പോൾ ജയിക്കില്ല. കാരണം ഒന്നുമില്ലെന്ന്. കർണാടക കോൺഗ്രസ് ഉണ്ടാകുന്നേ ഉള്ളൂ, ആന്റണിയുടെ കോൺഗ്രസ് നിലനിൽക്കില്ല, അവരെല്ലാം അപ്പറയാണ്. പക്ഷേ ഇവിടുത്തെ മുസ്ലിം സമുദായം, ഈഴവ സമുദായം, അത് എൻ്റെ അപ്പനോടുള്ള ബന്ധമാണ് അതിനകത്തുള്ള. എൻ്റെ കഴിവല്ല അത്. 1162 വോട്ടിനെ ജയിച്ചത്. പക്ഷേ 2 കൊല്ലം കഴിഞ്ഞ് ഇലക്ഷൻ വന്നു. അന്ന് അത് പിന്നെ എൻ്റെ ആയി 10,000 വോട്ടിന് ഞാൻ ജയിച്ചു. സത്യത്തിൽ ഏറ്റവും നന്ദി വേണ്ട മുസ്ലിം നമ്മുടെ ഈഴവ സമുദായത്തോട് തന്നെയാണ്. നായർ സമുദായം എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എപ്പോഴും ചെയ്തിട്ടുണ്ട്. അത് NSS മണിച്ചേട്ടനും ആ ബന്ധവും സ്നേഹമുണ്ട്. സുകുമാരൻ നായർ ബന്ധം. എന്തെങ്കിലും രാഷ്ട്രീയത്തിലേക്ക് വരണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നുന്നെങ്കിൽ ഞാൻ നന്ദി കേട്ടവനാണ്. അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. രാഷ്ട്രീയത്തിൽ വന്നു എനിക്ക് നന്മയല്ലാതെ ഒരു തിന്മയും ഉണ്ടായിട്ടില്ല. സ്നേഹമല്ലാതെ എതിരാളികളുണ്ടാവും, പക്ഷേ എതിരാളികളും സ്നേഹത്തോട് എതിർക്കുന്നത്. പിന്നെ എനിക്ക് അതിനകത്ത് തർക്കമൊന്നുമില്ല. അവിടെ കഴിഞ്ഞ ഇലക്ഷൻ മാത്രം ഇവിടുത്തെ ഒരു വർഗീയവൽക്കരണം നടന്ന്, അത് 2 വ്യക്തികൾ നടത്തിയ മര്യാദയാണ്. അതൊക്കെ ഇപ്പം ആളുകൾ മനസ്സിലാക്കിയ അവന്മാർക്ക് റോഡിൽ ഇറങ്ങാൻ പറ്റുന്നാകുന്നുണ്ട്. സത്യം ഒരിക്കലും ഒരു കള്ളത്തരം പിടിച്ചു നിൽക്കണമെന്ന് സത്യം പുറത്തു വരില്ല. പിന്നെ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല. പിന്നെ ഞാൻ ഒരു MLA എന്ന് നടക്കുന്നതാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞുള്ള അഭിമാനം തോന്നുകയാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആളുകൾ വരും, ഇത് അന്ന് PC വന്ന് ചെയ്തതാണെന്ന് പറയും. അത് കേൾക്കുമ്പോൾ ഒരു മനസ്സുകൊണ്ടല്ലോ സ്വാഭാവികമായിട്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ PC രാഷ്ട്രീയത്തിൽ വന്നിട്ടില്ലായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ആരായിട്ടായിരിക്കും PC കാണുന്നത്? ഞാൻ വലിയൊരു ഒരു വ്യവസായിയാകുമായിരുന്നു. കാരണം ഞാൻ ഒരു മുട്ടായി ഫാക്ടറി തുടങ്ങിയത്, കൺഫെക്ഷണറി വർക്ക്സ്. 10-30 സ്റ്റാഫൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അത് അപ്പഴേ ഈ കണ്ടസാരി ഇട്ടായി മുട്ടായി ഉണ്ടാക്കുന്നത്. എനിക്കതൊന്നും അറിയത്തില്ലല്ലോ. ഞാൻ നല്ല ഒന്നാമത് വില കൂടി നമ്മുടെ മുട്ടായി നന്നായി ഏറ്റവും വില കൂടി പഞ്ചസാര ഇട്ടാണ് ഉണ്ടാക്കിയത്. കടം കയറി മുടിഞ്ഞു കഴിഞ്ഞപ്പം അപ്പം കാശ് തന്ന് മടുത്തു. അവസാനം ഞാൻ ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പം ഇനി അപ്പം കാശ് ഇരിക്കില്ല. ഞാൻ മിണ്ടാതെ അവിടെ ചെന്ന് മുട്ടായി ഫാക്ടറിയിൽ ഇവിടെ അടുത്താണ് ചെന്നിച്ച് പെണ്ണുങ്ങളാണ് മുഴുവൻ, ആണുങ്ങളും ഉണ്ട്. അപ്പം 2 പേരോട്, ആണുങ്ങൾ മെയിൻ 2 ആളുകൾ, അവരോട് പറഞ്ഞു ഞാൻ പൊളിഞ്ഞു പോയി, അതുകൊണ്ട് ഞാൻ ഫാക്ടറി നിർത്തുകയാണ്, നിങ്ങൾക്ക് എത്ര രൂപ ആവണമെന്ന് പറഞ്ഞു. ശമ്പളമല്ല എത്ര രൂപ പറഞ്ഞോളാൻ പറഞ്ഞു. ഒരു തർക്കം വേണ്ട, അതിന് ആരും പരാതി വേണ്ടെന്ന് പറഞ്ഞു. അവർ ഞാൻ തുക പറഞ്ഞു, ഒരു കൂടുതലൊന്നും പറഞ്ഞു, അന്നേരെ കൊടുത്തു. പെണ്ണുങ്ങളോട് പറഞ്ഞു നിങ്ങളെ പിരിച്ചുവിടുക പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ ഒരു സൂറാമ്മ ഉണ്ട്, അവൾ പറഞ്ഞു കുഞ്ഞുവനെ തന്നെ വിളിക്കുന്നത്. കുഞ്ഞുവൻ അങ്ങനൊന്നും കാശ് കണ്ട ഞങ്ങൾ പണിക്കൂലി തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. അവൾ വാടകയില്ല, ബുക്കല്ല. അവൾ കൂടി ഓരോരുത്തർക്കും പിന്നെ ഇത്ര രൂപ കൊടുക്കാൻ എല്ലാം കാശ് കൊടുത്തു. എല്ലാം കൂടെ സന്തോഷമായിട്ട്. അപ്പം ഈ മുട്ടായിയുടെ പാവിങ്ങനെ തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ അത് ആ തോട്ടിലോട്ട് ഒഴിച്ചേക്കാൻ പറഞ്ഞു. നിർത്തിയതാണ്, മുഴുവൻ ഒഴിച്ചു കളഞ്ഞു. പിന്നെ ആക്ഷൻ നിർത്തി കളഞ്ഞു. ഞാൻ വെച്ചാൽ രാഷ്ട്രീയത്തിലേക്ക് പോയില്ലായിരുന്നു, ഞാൻ വേറെ ഏതെങ്കിലും വ്യവസായത്തിലേക്ക് പോയി. എൻ്റെ ഇൻട്രസ്റ്റ് അതായിരുന്നു. എന്താ തടി കൊണ്ടുള്ള ബിസിനസ് ആയിരുന്നു എൻ്റെ മനസ്സിൽ. ഈ സിനിമകൾ ഇപ്പോൾ 20 വർഷമായി കണ്ടിട്ട് എന്ന് പറഞ്ഞു. സിനിമകൾ പണ്ട് കാണുമായിരുന്നോ? ഞാൻ പറയാൻ ഞാൻ എറണാകുളത്ത് പഠിക്കുന്ന കാലത്ത് ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയി സിനിമ കാണുന്നൊരു ഹോബിയായിരുന്നു. ലക്ഷ്മൺ തിയേറ്റർ ഉണ്ട് അവിടെ കൊച്ചി, പെരുമാനൂർ, അവിടെ പോയി കണ്ടുകൊണ്ടിരുന്നത്. തമിഴ് പടമാണ് കാണുന്നത്. അവനെ എന്നാൻ താൻ പാക്കറ എന്നൊക്കെ പറഞ്ഞ് അത് കാണുന്നതിൽ എനിക്കിഷ്ടമാണ്. MG രാമചന്ദ്രൻ, ശിവാജി ഗണേശൻ,
ഒത്തിരി ഉണ്ടായിരുന്നു, ജയലളിത, ഒത്തിരി പേര് മറന്നല്ല. പിന്നെ ഉണ്ടായിരുന്നു കേട്ടോ എം എൻ നമ്പ്യാർ. എം എൻ നമ്പ്യാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അങ്ങനെയാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത്. ഈ മലയാളം പടം കാണാറില്ലായിരുന്നു. പിന്നെ പണ്ടുമില്ല. ഞാൻ ഈ ഭാര്യ കണ്ടിട്ടുണ്ട്, സത്യനും നസീറിനൊക്കെ ഭയങ്കര ബഹുമാനം തോന്നിയിട്ടുണ്ട്. നസീറൊക്കെ എത്ര ബഹുമാനിക്കപ്പെട്ടിട്ടാണ് ഒന്ന് ആലോചിച്ച്. എത്ര ലോകത്ത് തന്നെ ഇത്ര സിനിമ വെച്ചൊരു ഒരു മനുഷ്യനില്ല. നല്ല മനുഷ്യനല്ലായിരുന്നു സത്യൻ. എന്നാ നടനായിരുന്നു. അങ്ങനെ ഷീല, ഇന്ന് ഞാൻ ചോദിക്കട്ടെ, ഷീല പോലെ ആകൃതി ഒത്ത ഒരു സ്ത്രീ വേറെ ഒരെണ്ണം കാണിച്ചു തരാം ഇന്നും. ഷീലയ്ക്ക് ഇപ്പോൾ ഒരു 80-85 വയസ്സ് കാണും. ഈ 85 കൊല്ലത്തിനിടയ്ക്ക് ഇത്രയും ഒരു സ്ത്രീയുടെ സൗന്ദര്യം ഉൾക്കൊണ്ട ഒരു സ്ത്രീയെ പറഞ്ഞ് കേൾക്കട്ടെ, കാണുക. നമ്മുടെ ഈ ഭാരത സ്ത്രീത്വത്തിൻ്റെ അഭിമാനമാണ് സീതാദേവി എന്ന് പറഞ്ഞ പോലെ മലയാളി മംഗമാർക്ക് അഭിമാനമാണ് ഷീല, എൻ്റെ അഭിപ്രായം. അന്നത്തെ ജയഭാരതി നല്ല നടിയായിരുന്നു. നമ്മൾ ഇപ്പോൾ ഈ സിനിമകളെ കുറിച്ച് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സിനിമാ കഥാപാത്രം ജീവിതത്തിൽ വളരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടില്ല മോളെ. ഇപ്പം മോള് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നും. ഈ ഒഴിവ് സമയങ്ങളൊക്കെ എന്താ ചെയ്യാറ്? ഒഴിവ് സമയം ഇല്ലായിരുന്നു മണി. അയ്യോ, രാത്രി 12 വന്ന് കിടന്നുറങ്ങും. രാവിലെ 5:30 ആകുമ്പോൾ കേൾക്കുമ്പോഴേ ഇവിടെ ആൾ വരും. അങ്ങനെ അങ്ങ് പോവില്ലേ. പിന്നെ ഇപ്പോൾ ഈ 3 കൊല്ലമായിട്ട് അങ്ങനെ ശല്യമില്ല. അപ്പം കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ BJPയുടെ പ്രോഗ്രാംസ് അങ്ങോട്ട് ഓടി ഇങ്ങോട്ട് പറ്റി വരും, അങ്ങനെ വരും. ഇപ്പോൾ ലൈഫിൽ ഒരുപാട് തർക്കങ്ങളിൽ പെട്ടുപോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് ആളുകൾ തെറ്റിദ്ധരിച്ചതിന് പുറത്തും അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ നേരിടുക. അല്ല, ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വിവാദം എന്തായിരിക്കും? എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഓരോ മനുഷ്യൻ്റെ ആവശ്യം പോലെ അവർ പ്രതികരിക്കുന്നു. ഞാൻ മിണ്ടാറില്ല. എനിക്ക് ഏറ്റവും മനസ്സിന് വിഷമം തോന്നിയിട്ടുള്ള സംഭവം, എന്നെ ഒരു മുസ്ലിം വിരുദ്ധനായി ചിത്രീകരിച്ചു. അത് പറയാൻ മടിക്കുന്നില്ല, ഞാൻ ചോദിച്ചുകൊണ്ട് കേട്ടോ മോളെ. എൻ്റെ സ്റ്റാഫായിട്ട് ഞാൻ പേട്ടക്കാരൻ വെച്ചു, മുസ്ലിമാണ്. അവനായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറി. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റതാണ്. കാരണം അയാളുടെ അപ്പൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. അപ്പനും അപ്പൻ്റെ അനിയനും തമ്മിൽ തർക്കമായിരുന്നു, വഴിത്തർക്കം. അപ്പം സുൽത്താനാണ് ഈരാറ്റുപള്ളിയിൽ എൻ്റെ ഏറ്റവും അടുത്ത ആൾ. ഞങ്ങൾ ഓഫീസിൽ ഇരിക്കുമ്പം ഈരാറ്റുപെട്ട ഒരു സബ് ഇൻസ്പെക്ടർ വന്ന് കുര്യാക്കോ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അയാളുകൾ പോയി നിന്നുകൊണ്ട് ഈ മൂസാക്കാൻ്റെ പുരയിടത്തിനകത്തോടെ ബലമായിട്ട് വഴി വിട്ടുക. ഉടനെ മൂസാക്കാൻ കരഞ്ഞുകൊണ്ട് ഓഫീസിൽ വന്നു. ഞാനന്ന് കൊച്ചു പയ്യനാന്ന്, പഠിക്കുന്ന കാലമല്ലേ, ഞങ്ങൾ ഓടിച്ചു. അപ്പോൾ കുര്യാക്കോ പേടിപ്പിച്ചു. ഞാൻ താൻ പോടാന്ന് പറഞ്ഞു. നീ ആരാടാ നിങ്ങളെ പേടിപ്പിക്കുന്നത്? ഒരു 10 തെറി അയാളെ ഞാൻ പറഞ്ഞു. അപ്പോൾ അയക്ക് ആദ്യം കുര്യാക്കോ തെറി കേൾക്കുന്നത്. അപ്പോൾ അതിനുള്ളവരും പേട്ടലോട് നന്ദേരായിക്ക് മനസ്സിലായി. ഞാൻ നീതിയുടെ കാര്യം നോക്കടാന്ന് പറഞ്ഞു. അതിൽ അടച്ചു കിട്ടിയത് ഞാൻ. അപ്പോൾ പിള്ളേരെല്ലാം ഓടിക്കൂടി 10-40 പേരായി. ആ വെട്ടിതെല്ലാം അടച്ചു മുഴുവൻ വേലി കെട്ടി വഴിയില്ലാതാക്കണം. അപ്പോൾ അയാൾ തോടി ചാടി പോകണം. അങ്ങനെ ചാടിപ്പോയി ഈസാക്കാൻ്റെ മകനെ ഞാൻ ജോലിക്ക് വെക്കാമോ? അവന് വൈരാഗ്യം കാണുമെന്ന് കരുതേണ്ടവനല്ലേ ഞാൻ. അങ്ങനെ വൈരാഗ്യം എൻ്റെ മനസ്സിൽ തോന്നാത്തതുകൊണ്ട് ഞാൻ TV പോയപ്പം ക്യാബിനറ്റ് റാങ്കല്ലേ, ഒരു ഭയങ്കര ശമ്പളമാണ്. 1 ലക്ഷത്തിന് മുകളിലോട്ടാണ് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യും, അവൻ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ഈസാക്കാൻ്റെ മകനെ ചെയ്യാവോ? പഠിച്ചിരിക്കേണ്ട കാര്യമാണ്, എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് പറയുക. ചില ആളുകൾ ശത്രുത എന്നാലും മറക്കാനെന്ന് ഓർത്തോളൂ, എന്നാ ഉപകാരം ചെയ്താലും. എന്നിട്ട് ഞാൻ സ്ഥാനം പോയി കഴിഞ്ഞ് ഇവന് പരിശ്രമമുണ്ടോ? ഇപ്പോഴും വിഷം മേടിക്കുന്നുണ്ടവൻ. ഞാനിവിടെ ഓഫീസിൽ ഇരിക്കുമ്പം നാദ് കൺസ്ട്രക്ഷൻ കണ്ണൂർ ഏറ്റവും വലിയ കേരളത്തിലെ ഏറ്റവും വലിയ കോൺട്രാക്ടേഴ്സ്, അവർക്ക് എന്നോടൊരു ബഹുമാനവും സ്നേഹവും കൂടുതലാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ വാപ്പ ഇങ്ങനെ തിരുവനന്തപുരത്ത് ട്രെയിന് ഒറ്റയ്ക്ക് വന്നു. മക്കൾ പോകരുതെന്ന് പറഞ്ഞാൽ പുള്ളി ചാടിപ്പോകും. പുള്ളി വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ബോധം കിട്ടുന്നു. അവിടുന്ന് റെയിൽവേക്കാരെല്ലാം കൂടെ എടുത്ത് എറണാകുളത്തെ തിരുവനന്തപുരത്ത് ആശുപത്രിയിലാക്കി. ഇങ്ങനെ ആരാ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. പോക്കറ്റ് നോക്കിയപ്പോൾ PC നമ്പർ എഴുതി കിടപ്പുണ്ട്. അവരെന്നെ വിളിച്ചു. ഒരാളിങ്ങനെ വന്ന് ബോധം കെട്ടപ്പോൾ പോലീസുകാർ കൊണ്ടുവന്നാക്കിയതാണ്, ആരാണെന്ന് അറിയില്ല. ഇപ്പം ബോധം തെളിഞ്ഞ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഓടിപ്പഞ്ഞ് അവിടെ ചെന്നപ്പം നമ്മുടെ നാദ് കൺസ്ട്രക്ഷൻ കാർന്നോല. ഞാൻ പറയുമ്പോൾ എന്താ ഇങ്ങനെ വരെ വന്ന് എന്നോട് പറഞ്ഞു വന്നാൽ പോലെ എന്നെല്ലാം പറഞ്ഞ് വഴക്കെല്ലാം പറഞ്ഞു. ചിങ്കേരെ ഞാൻ പിടിച്ചുകൊണ്ട് പോകും. എൻ്റെ കാറെ കയറ്റി കൊണ്ടുവന്നു. അന്നേരം മക്കളെ വിളിച്ച് ഞാൻ പറഞ്ഞു. ഞാൻ MLA ക്വാർട്ടേഴ്സ് കൊണ്ടുവന്ന് എൻ്റെ ബെഡെ പുള്ളിയെ കിടത്തി. AC റൂമാണല്ലോ. പിള്ളേർ വരെ 5-8 മണിക്കൂർ കാസർഗോഡ് കാർ ഓടിച്ച് വരണ്ടേ.
ഞാനവിടെ എൻ്റെ കസേരയിലും മേച്ച കാല് കയറ്റി വെച്ച് ഞാൻ എൻ്റെ ഓഫീസ് മുറിയിൽ ഇങ്ങനെ ഇരിക്കുക. പുള്ളി എ സി മുറി കിടന്ന് ഉറങ്ങുന്നു. ഞാൻ പല ചൂട് കൊണ്ടു. ഞാൻ ഉറങ്ങിപ്പോയി. ഒരു 2 മണിയായി പിള്ളേർ വന്നു. പിള്ളേർ വാതിൽ തുറന്നിട്ടിരിക്കുക. അന്നേരം പിള്ളേർ കാണുന്നത് ഞാനിങ്ങനെ പുറത്തിരിക്കുന്നു, അവരുടെ വാപ്പ എൻ്റെ കട്ടിലേക്ക് കിടക്കുന്നത് കണ്ടു. പിള്ളേർക്ക് ഭയങ്കര ഇതായിപ്പോയി. അത് കഴിഞ്ഞ് അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം അന്ന് ഞാൻ അവിടെ വിളിക്കണമെന്ന് പറഞ്ഞു. ഉറങ്ങിക്കിടന്ന് പറഞ്ഞു. നേരം വിളിക്കാറായപ്പോൾ ഏൽപ്പിച്ചു. അതിന് ആരും കേൾക്കില്ല പുള്ളി വിട്ടത്. ആ പിള്ളേർക്ക് അത്ര സ്നേഹമാണ് എന്നെ. ആ പയ്യൻ ഇവിടെ വന്നു. ആദ്യം വരെ ആ പയ്യൻ ഇവിടെ ഇലക്ഷൻ നിന്നിട്ട് പോലും ഞാൻ 1 രൂപ പിരിവ് മേടിച്ചിട്ടില്ല അവരോട്. അതാണ് അതിനകത്തെ പ്രശ്നം. അവർ വന്ന് വെച്ചു, സാറേ 10 ലക്ഷം രൂപ സക്കീർക്ക ചോദിച്ചു. പക്ഷേ 5 ഇപ്പോൾ അത് ഞായറാഴ്ച ഒരു ക്യാഷായിട്ട് 5 ഉള്ളൂ. നാളെ 10 മണിയാകുമ്പോൾ ബാക്കി 5 കൂടെ എടുത്ത് തരാം. അത് സാറൊന്ന് സക്കീർക്കയോട് പറഞ്ഞു മതിയെന്ന് പറയണം. ഞാൻ ചോദിച്ച കാശ് ചോദിച്ചെന്ന് പറഞ്ഞ് ഇവൻ ചോദിച്ചിരിക്കുക അങ്ങോട്ട് 10 ലക്ഷം രൂപ. ഒന്ന് ആലോചിച്ച് മോളെ. അങ്ങനെ എൻ്റെ അടുത്ത് നാളെ തരാമെന്ന് പറയാൻ വന്നതാണ്. ഇവരെ വിളിച്ചു, കാശ് കയറാൻ പറഞ്ഞു. തിരിച്ചു കൊടുപ്പിച്ചു. അന്ന് മുതൽ അവന് ശത്രു ഇരട്ടിയായി. ഒന്ന് വേറെ ഒരുത്തൻ, ഞാൻ ഒരു മൗലവിയാ, പേര് പറയുന്നില്ലേ, ഒരു പെൺകൊച്ചിനെ മോശമാക്കിയാണ്. അതിന് പരാതി എൻ്റെ അടുത്ത് ഞങ്ങളെ വിളിച്ചു, മെയിൽ ഇതുണ്ടാവരുതെന്ന് പറഞ്ഞു. രണ്ടാമത് ഒന്നുകൂടെ ഉണ്ടായി. അത് ഞാൻ പറഞ്ഞു, അവിടെ വീട്ടിൽ പറഞ്ഞു, ഇനി മെയിൽ ഇതുണ്ടാവും, നഷ്ടം കൊടുപ്പിച്ചു. മൂന്നാമത് ഊമ എതിരെയായി കുഞ്ഞുങ്ങളുടെ ഒരു സ്ഥാപനം പെട്ടെത്തിറങ്ങി. ഞാനാണ് ഉദ്ഘാടിച്ചത്. അതിലൊരു പെണ്ണിനെ കുഴപ്പമാക്കി. ഇതൊന്നും കേസുകളായില്ല. കേസല്ല, ഞാൻ MLA ഇരിക്കില്ല കേസില്ലാതാക്കാൻ. ഞാൻ ചെയ്ത് തെറ്റേ. അന്ന് അവനോട് ഞാൻ മോശമായി പെരുമാറി, അത്രേ ഉള്ളൂ. അവനാണ് എന്നെ ഏറ്റവും കൂടുതൽ ഉദ്ധരിച്ചത്. ഇവന്മാർ രണ്ടും കൂടെ പേട്ട ഞാൻ വർഗീയവാദിയാണെന്ന് ഞാൻ അടിച്ചങ്ങേപ്പിച്ച്. അതായത് ഈരാറ്റുപേട്ട ഇരിക്കുന്ന പൊതുസ്ഥാപനം മുഴുവൻ ഞാൻ ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ട വില്ലേജ് പോലും ഞാൻ ഉണ്ടാക്കിയതാണ്. ഒക്കെ ഇതിനെപ്പറ്റി വൃത്തിയോടെ പറഞ്ഞിടയ്ക്ക് ഭയങ്കരമായിട്ട് SDPI അങ്ങനെ വൈരാഗ്യമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. SDP സത്യത്തിൽ മദനിക്ക് വേണ്ടി നിയമസഭ സബ്മിഷൻ ഉന്നയിച്ച ആളാണ് ഞാൻ. ഈ SDPക്കാർക്ക് എന്നെ പടങ്ങേണ്ട ഒരു കാര്യമില്ല. ഞാൻ ഒരു വർഗീയതയും കാണിച്ചിട്ടില്ല. പക്ഷേ അവരുടെ രാഷ്ട്രീയ തീരുമാനമാണെന്ന് പറഞ്ഞു. അവർ കൂടി ഇവരെ കൂട്ടിയിട്ട് 27,000 മുസ്ലിം വോട്ട് ഒറ്റയടിക്ക് നമുക്ക് എതിരായിട്ട് ചെയ്യും. അങ്ങനെ ഞാൻ തോറ്റത്. അതിൻ്റെ പിന്നെ SDP-ക്ക് 3 കോടി രൂപ കിട്ടിയെന്നാണ് പറയുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ SNDP-യുടെ ചില ആളുകൾക്കും കാശ് മേടിച്ചു. സാരമില്ല, എന്നൊക്കെ മാറി വരും.